ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച സൂപ്പർ താരം നെയ്മർ ജൂനിയർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കോപ്പ സുഡാമേരിക്കാനയിൽ സാൻറോസ് 42-ന് വെനസ്വേലിയൻ ക്ലബ്ബായ യൂണിവേഴ്സിഡാഡ് സെൻട്രലിനെ തോൽപ്പിച്ച മത്സരത്തിന് ശേഷമാണ് വിരമിക്കൽ തീരുമാനം നെയ്മർ ആവർത്തിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്തായതിന് പിന്നാലെ ബ്രസീൽ കുപ്പായത്തിൽ തന്റെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞുവെന്ന് 34-കാരനായ നെയ്മർ സൂചിപ്പിച്ചെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ അപ്പോഴും ആരാധകർക്കുണ്ടായിരുന്നു. ലോകകപ്പിന്റെ ഭൂരിഭാഗം മത്സരങ്ങളിലും പരിക്ക് മൂലം പുറത്തിരിക്കേണ്ടി വന്ന നെയ്മർ നോർവേക്കെതിരായ പ്രീ ക്വാർട്ടറിലാണ് പകരക്കാരനായി കളത്തിലിറങ്ങിയത്. അവസാന നിമിഷങ്ങളിൽ ഒരു പെനാൽറ്റി ഗോൾ നേടിയെങ്കിലും ടീമിന്റെ തോൽവിയും ലോകകപ്പിൽ നിന്നുള്ള പുറത്താകലും തടയാൻ സാധിച്ചിരുന്നില്ല. ദേശീയ ടീമിനൊപ്പമുള്ള തന്റെ അധ്യായം അവസാനിച്ചു. താൻ ചരിത്രം കുറിച്ചു. അതിൽ ഏറെ സന്തോഷമുണ്ട്. ബ്രസീലിന്റെ മഞ്ഞ കുപ്പായത്തിനായി തന്റെ ജീവനും രക്തവും നൽകി താൻ പൊരുതി. എന്നാൽ ഇനി ഞാൻ അതിന് ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു യൂണിവേഴ്സിഡാഡ് സെൻട്രലിനെ തോൽപ്പിച്ച ശേഷം നെയ്മറുടെ പ്രതികരണം. സാൻഡ്രോസ് സഹതാരങ്ങൾ വെനസ്വേലയിൽ കളിക്കുമ്പോൾ നെയ്മർ പോക്കർ ടൂർണമെന്റിൽ പങ്കെടുത്തെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വലിയ വാർത്തയായി മാറിയിരുന്നു. യൂണിവേഴ്സിഡാഡ് സെൻട്രലിനെതിരായ 42-ന്റെ വിജയത്തിന്റെ ഗോൾ നേടിയ ശേഷം കാർഡുകൾ കൈകാര്യം ചെയ്യുന്നതും കോർണർ ഫ്ലാഗ് ഉപയോഗിച്ച ഗോൾഫ് കളിക്കുന്നതും അനുകരിച്ച് ആഘോഷിച്ചാണ് നെയ്മർ വിമർശകർക്ക് മറുപടി നൽകിയത്. ചാപ്പെക്കോയിൻസിക്കെതിരായ 22 സമനിലയ്ക്ക് ശേഷം സാൻഡ്രോസിലെ യുവതാരങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തകളും നെയ്മർ നിഷേധിച്ചതാണ്. മാധ്യമങ്ങൾ അനാവശ്യമായ കഥകൾ ചമയ്ക്കുകയാണ്. സമനില വഴങ്ങിയതിൽ ടീമിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനോട് മെച്ചപ്പെട്ട പ്രകടനം ആവശ്യപ്പെടാൻ തനിക്ക് പൂർണ്ണ അവകാശമുണ്ടെന്ന് നെയ്മർ പറയുകയും ചെയ്തു. അന്താരാഷ്ട്ര ഫുട്ബോൾ അവസാനിപ്പിച്ചതോടെ ക്ലബ് ഫുട്ബോളിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കാനാണ് നെയ്മറിന്റെ തീരുമാനം. പെലെയെ മറികടന്ന് ബ്രസീലിന്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായാണ് നെയ്മർ മഞ്ഞ കുപ്പായം മൊഴിയുന്നത്. ഒന്നിലധികം ലോകകപ്പുകളിലും കോപ്പ അമേരിക്ക ടൂർണമെന്റുകളിലും ബ്രസീലിനെ നയിച്ച താരം 2016 റിയോ ഒളിമ്പിക്സിൽ രാജ്യത്തിന് ചരിത്രത്തിലെ ആദ്യ സ്വർണ്ണ മെഡൽ സമ്മാനിക്കുന്നതിലും നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്.